അന്ന് വന്നതിന് ശേഷം 69-ലല്ല വന്നെ. വന്നിട്ട് പിന്നെ ഒരു കുറച്ച് ആൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ചേഞ്ചസ് വരുന്നതായിരിക്കും പറഞ്ഞു. ഒരു 70s അവസാന 70s ഇപ്പോൾ 1969 ഇവിടെ ഈ കുറേ വ്യവസായങ്ങൾ ധാരാളം തുടങ്ങി. ഇപ്പോൾ ഖത്തർ ഫെർട്ടിലൈസർ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടെ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഖത്തർ സിമെൻറ്റ് കമ്പനി ഉണ്ട് ഇവിടെ, ഖത്തർ സിമെൻറ്റ് കമ്പനി മുമ്പാവുന്ന സ്ഥലത്ത്. പിന്നെ വേറെ കമ്പനികൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് ഒരു ജോലി തേടാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണെന്ന്. അപ്പോൾ ഖത്തർ സിമെൻറ്റ് കമ്പനി അല്ലെങ്കിൽ പിന്നെ ഈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അങ്ങനെയുള്ളതിലൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ജോലി സാധ്യത ഉള്ളത്. പിന്നെ ഈ QP അന്ന് ഖത്തർ പെട്രോളിയം അല്ല അന്ന്, ഇപ്പോഴത്തെ അന്ന് QPCയും ഷെല്ലും തന്നെ 2 കമ്പനികളൊക്കെ. അവിടെയൊക്കെ ഒന്ന് കയറി പറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് അന്ന്. കണ്ടമാനം ഫോക്കസൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഈ ഖത്തർ ഫെർട്ടിലൈസർ കമ്പനി ഇവിടെ വന്നത്. അപ്പോൾ അതിൽ ചാൻസ് കിട്ടി. ഗൾഫ് രാജ്യങ്ങളിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിൽ ഞാനൊരുവിധം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് സൗത്ത് കൊറിയ മുതൽ കാനഡ വരെ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ സഞ്ചരിച്ച് ഏതൊക്കെ രാജ്യം ഞാൻ ചോദിക്കുന്നില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഏതായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര സ്വിറ്റ്സർലാൻഡ്, പ്രാഗ്, 2 സ്ഥലങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താണ് സ്വിറ്റ്സർലാൻഡ്? സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവിടെ ചെന്ന് ഇറങ്ങിയാൽ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് കേരള എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞവിടെ ചെന്നിട്ട് ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഇതാണ്, ദിസ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി സ്വിറ്റ്സർലാൻഡ്. ശരിക്കും അത്രയും മനോഹരമായ ആൽപ്സ് നിലകളും നല്ല വളരെ എല്ലാം കൊണ്ടും ഭംഗിയായ ഒരു സ്ഥലമാണ്. ശരിക്ക് അള്ളാഹുവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ശരിക്കും ഒരു സ്വർഗ്ഗമാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് അത് അങ്ങനെ ഒരു സ്ഥലം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? സ്വിറ്റ്സർലാൻഡ് ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? ഇനി ഞാൻ പോവാത്ത 2 സ്ഥലങ്ങൾ, ഒന്ന് ഞാൻ കാനഡയിൽ പോയിട്ടുണ്ട്, അമേരിക്ക വങ്കരയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയില്ല. കാനഡയിൽ പോയിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയിട്ടില്ല. പിന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ടില്ല. ഓസ്ട്രേലിയ മനോഹരമായ സ്ഥലമാണ്. അവിടെ 2 സ്ഥലത്താണ് ഞാൻ പോകാത്തത്. വൻകര ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പറ്റും. ഈജിപ്തിൽ കഴിഞ്ഞ വെക്കേഷൻ ഞങ്ങൾ ഈജിപ്തിൽ പോയിരുന്നു. ഈജിപ്ത് നല്ല സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മറ്റേ മമ്മീസ്, മറ്റേ പിരമിഡ്സ് ഒക്കെ അതായത് പഴയ സംസ്കാരം, അവരുടെ പഴയ സംസ്കാരം ശരിക്കും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്, വളരെയധികം റിട്ടേൺ ചെയ്യുന്നവർ. ഈജിപ്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈജിപ്തിൽ പോകുമ്പോൾ ഇപ്പം മറ്റുള്ള ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് മുഹമ്മദ് സാഹിബ്. അപ്പോൾ ഈജിപ്തിൻ്റെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് അവരുടെ റോഡുകളും മറ്റുള്ള വികസനങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലാണ്. അത് അത്ര പോരാ. പക്ഷെ നമ്മുടെ നാട്ടിനെക്കാട്ടും ഭേദമാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടും ഭേദമാണ്. നമ്മുടെ നാടിനെ കുറിച്ച് ഇവിടെ ഇത്രയും വർഷക്കാലം പരിചയസമ്പന്നമായ വ്യക്തി എന്ന ഞാൻ ചോദിക്കാം, നമ്മുടെ നാടിനെ കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ എന്ത് തോന്നുന്നു? ശരിക്കും പറഞ്ഞു നമ്മുടെ നാട് വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട് ഇപ്പോൾ ഇലക്ഷനിൽ. പിന്നെ മറ്റേ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അതിലൊന്ന് കൂടിയാലോ തോന്നാറുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ. ശരി, എന്താ ശരി നമ്മുടെ നാടിൻ്റെ നമ്മുടെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം, പരിസ്ഥിതി മലിനീകരണം അത് മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യമല്ല ചോദിക്കുന്നത്. ആഡ് വരുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ റോഡുകൾ അതുമാതിരി തന്നെ ഈ മലിനീകരണത്തിൻ്റെ പിന്നെ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ, പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ സ്റ്റേറ്റ് ഫോർവേഡ്നെസ് ഇല്ല എന്നുള്ള പറയുന്നില്ല. അത് ഒക്കെ പറ്റിക്കൽ പരിപാടികളാണ് വല്ലാത്തത്. ഇവിടെ ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു. ഈ മറ്റുള്ള രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ച ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുള്ളൂ വ്യക്തമായിട്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മളറിയാം നമ്മൾ ഒരുപാട് പുറകിലാണെന്നല്ല പല കാര്യങ്ങളും. പുറകിലാണ്, വളരെ പുറകിലാണ്. പുറകിൽ ഒരു 50 കൊല്ലം പുറകിലാണ് മിനിമം. ഞാൻ ഒരു വ്യക്തി എൻ്റെ 1-2 ഞാൻ റിട്ടയർഡ് ലൈഫിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളാണ് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ 1-2 അനുഭവങ്ങൾ എനിക്കുണ്ട്. അതായത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ എൻ്റെ അനുഭവങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു ഡ്രൈവർ, നമ്മളൊരു വണ്ടി പോവുകയാണ്, നമ്മുടെ ഡ്രൈവർ ഒരു പാർക്കിംഗ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയായിരിക്കും ഒരു ജസ്റ്റ്. ഉടനെ പോലീസുകാരോട് വെക്കണം അവിടുന്ന്, നമുക്ക് സീസൺ കിട്ടിയ സ്ഥലമാണ്. അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് പോലീസുകാരുടെ. പോലീസ് എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ആംസ്റ്റർഡാമിൽ എന്നെ ഒരു ഡ്രൈവർ എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ കൊടുന്ന് ഡ്രോപ്പ് ചെയ്ത്
ഡ്രോപ്പ് ചെയ്തപ്പോൾ ഹോട്ടലിൽ ക്രോസ് ഇത് കടക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലത്താണ് ഇദ്ദേഹം വണ്ടി നിർത്തിയത്. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നു. അയാൾ പറഞ്ഞു, എക്സ്ക്യൂസ് മീ സർ, ദിസ് നോട്ട് എ പാർക്കിംഗ് പ്ലേസ്, പ്ലീസ്. അതാണ് അവരുടെ എക്സ്ക്യൂസ് മീ സർ. പോലീസുകാരൻ വന്നിട്ട്, പോലീസ് ഓഫീസർ വന്നിട്ട് പറയണം, എക്സ്ക്യൂസ് മീ സർ, ദിസ് നോട്ട് എ പാർക്കിംഗ് പ്ലേസ്, പ്ലീസ്. അറേബ്യൻ രാജ്യങ്ങളിലും സലാഞ്ചലിട്ടൊക്കെയല്ലേ പോലീസുകാരെ സംസാരിക്കും. അതെ, അപ്പം അത് നമ്മളുടെ പോലീസുകാർക്കും നമ്മുടെ ഓഫീസേഴ്സിനും ഒന്നും ഒരു ആൾക്കാർക്കൊരു നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ കയറി ചെന്നാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ചെന്നാൽ നമ്മളോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. അവരൊക്കെ ഒരു ഏമാൻ മെൻറ്റാലിറ്റി ഉണ്ട്. മാറ്റങ്ങൾ വരണം, തീർച്ചയായിട്ടും വരണം. പുതിയ വ്യവസായത്തിലോട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് മുഹമ്മദ് സാഹിബിൻ്റെ എന്തൊക്കെയാണ് പുതിയ സ്വപ്നങ്ങൾ, എന്തെല്ലാം ചെയ്യണം? എനിക്ക് അങ്ങനെ ഞാനൊരു കുറേ സംസാരിച്ച് കൂട്ടുന്ന ആർത്തിയുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ആദ്യം ഇവിടെ വന്നത് മുതൽ ഇന്ന് വരെ ഒരു വളരെ ഹാൻഡ് ടു മൗത്ത് ഓക്കെ എന്നുള്ള നിലക്ക് ജീവിച്ചു പോരുന്ന ഒരാളാണ്. വല്ലാണ്ട് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടണം. എനിക്ക് മക്കള് എൻ്റെ പെൺമക്കൾ രണ്ടുപേരും സെറ്റിൽ. ഇപ്പോൾ അവനൊന്നും ഇവിടെ സെറ്റിൽ ചെയ്യുന്ന നിലക്കാണ് ഇത് തുടങ്ങിയത്. അല്ലെങ്കിൽ എൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. കാരണം എനിക്കിപ്പോൾ ഈ 10-40 കൊല്ലം 38 കൊല്ലം ഞാൻ ഖത്തർ ഫെർട്ടിലൈസർ വർക്ക് ചെയ്ത്. 38 കൊല്ലം എൻ്റെ സർവീസ് ബെനിഫിറ്റ് നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് റിട്ടയർഡ് ലൈഫ് ഈ പുള്ളിയുടെ അഭിപ്രായം വെച്ചാൽ അവനക്കൊരു ജോലി അന്വേഷിക്കുന്നത് നല്ലത്, പിന്നെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളി നല്ല സമയമാണ് ജോലി ചെറുതായിട്ട് ബിസിനസ് തുടങ്ങാം, അപ്പോൾ ജോലി അന്വേഷിക്കേണ്ടെന്നുള്ളൊരു ഇതാണ് പുള്ളി. അവർ നെക്സ്റ്റിൽ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. പുള്ളി അവിടെ നിന്ന് സൈഡ് കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റിട്ടയർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ. എന്തായാലും മകനുമായിട്ടുള്ള പുതിയ സംരംഭം വളരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ പരിചയസമ്പന്നനായ പ്രവാസിയുമായിട്ടാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. പ്രേക്ഷകർക്കൊരു പുതിയ അനുഭവമായിരിക്കും. എല്ലാം നമ്മളും നേരുന്നു ഞാൻ. താങ്ക് യു വെരി മച്ച്. 4 പതിറ്റാണ്ട് കാലം പ്രവാസിയായി ജീവിതം കഴിച്ചുകൂട്ടിയ, ഇന്നും കഴിച്ചുകൂട്ടുന്ന മുഹമ്മദ് സാഹിബുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ എപ്പിസോഡ്. ഒട്ടേറെ വിശേഷങ്ങൾ അദ്ദേഹം പറഞ്ഞു. വന്ന കാലം തൊട്ട് ദോഹയുടെ ചരിത്രം, ഒട്ടേറെ അനുഭവങ്ങൾ. അദ്ദേഹം ഇന്നൊരു പുതു വ്യവസായിയായിട്ട് വന്നിരിക്കുകയാണ്. പുതിയ വ്യവസായത്തിലേക്ക് മകനുമായിട്ട് കാൽവെക്കുകയാണ്. നമുക്കെല്ലാ ആശംസകളും നേരാം അദ്ദേഹത്തിന്. അടുത്ത എപ്പിസോഡിൽ ഞാൻ മറ്റൊരു ദോഹയിലെ വ്യവസായിയുമായിട്ട് വീണ്ടും വരും. അതിനു മുമ്പ് ചോദ്യം ഇതാണ്: ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ ആരാണ്? ചോദ്യം ഒന്നുകൂടി: ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.